ഞാൻ എപ്പോഴൊക്കെ ഒരു പുതിയ സ്ഥലത്ത് പോയാലും ആദ്യം നോക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എവിടെയെങ്കിലും അടുത്ത് അമ്പലമുണ്ടോ. രണ്ട്, ഏതെങ്കിലും ഡാൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ്. ടച്ച് വുഡ്, എനിക്ക് എവിടെ പോയാലും ഇതുപോലത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റാറുമുണ്ട്. 10th വരെ ഡാൻസ് പഠിച്ചത് കൊണ്ട് എല്ലാ വീക്ക്ലി വൺസ് ക്ലാസ്സസിന് പോകാറുണ്ട്. പിന്നെ സ്കൂൾ സ്റ്റേജസ് അല്ലാണ്ട് അമ്പലങ്ങളിലെ പരിപാടികളൊക്കെ ചെയ്യാറുള്ളത്. 11th തൊട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ പോയത്. പക്ഷേ അപ്പം തൊട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ പെർഫോമൻസസ് ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് കോളേജ് BSc MSc ആണെങ്കിലും അമൃതയിൽ കൈൻഡ് ഓഫ് എല്ലാ മാസവും പരിപാടികൾ ഉണ്ടാവാറ്. PhD ചെയ്യുമ്പോഴാണെങ്കിലും അത്യാവശ്യം സ്റ്റേജ് പെർഫോമൻസസ് ആ ടൈമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇറ്റലിയിൽ വന്നപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഹോളിക്ക് മീറ്റ് ചെയ്ത ഒരു കുട്ടി ഇതിൻ്റെ സ്റ്റോറി ഇടുന്നത്. മേയോഥായ് എന്ന് പറയുന്ന ഒരു ഡാൻസ് കമ്പനി പുതിയ ഡാൻസേഴ്സിനെ നോക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം പിന്നെ പറയണ്ടല്ലോ, ഓഫ് കോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു. 2 ദിവസങ്ങളിലായിട്ടാണ് ഓഡീഷൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു വർക്കിംഗ് ഡേയും പിന്നെ ഒരു സാറ്റർഡേയും. അവർ നമുക്ക് 2 ഡിഫറെൻറ്റ് കൊറിയോസ് പഠിപ്പിച്ചു തരും. അത് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മളുടെ ഒരു സോളോ പെർഫോമൻസ് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഞാൻ ആക്ച്വലി പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് ഡാൻസ് കളിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. എസ്പെഷ്യലി നമ്മൾ മേലത്തെ ഫ്ലോറിലൊക്കെ നിൽക്കുകയാണെങ്കിൽ. കാരണം ഫ്ലോറിൽ നിന്ന് നമ്മളൊരു ചെയർ വലിച്ചാൽ പോലും താഴെയുള്ളവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും. എൻ്റെ കോളേജിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഓഡീഷൻസ് നടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കോളേജിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. വലിയ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓൾറെഡി ഒരു സ്റ്റേജിൽ ചെയ്ത ഒരു ഡാൻസ് ആണ് ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഡീഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് പോയി. ബട്ട് ദ തിങ് ഈസ്, ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ബി ഏബിൾ ടു മാനേജ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീക്ക്ലി 4 ദിവസമാണ് പ്രാക്ടീസ് ഉള്ളത്. വർക്കിംഗ് ഡേയ്സിൽ 3 ദിവസവും വീക്കെൻഡ്സിൽ സാറ്റർഡേയ്സിൽ 1 ദിവസമാണ് ഉള്ളത്. ആൻഡ് ലാബും കഴിഞ്ഞ് പ്രാക്ടീസും കഴിഞ്ഞ് ഞാൻ റൂം എത്തുമ്പോഴേക്കും ഒരു സമയമാവും. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. പല ഡാൻസ് ഫോംസ്, ഇപ്പോൾ കഥക് ആണെങ്കിലും കണ്ടംപററി ആണെങ്കിലും അങ്ങനെ എല്ലാം പല ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ചെയ്യുന്ന, ഒരുപാട് സ്റ്റേജസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ആസ് വെൽ.